ഹലോ ഗായ്സ്, ഇന്നൊരു പേപ്പർ ക്രാഫ്റ്റ് ആയാലോ? അതിനാദ്യം തന്നെ ഒരു വള വെച്ച് നമുക്ക് ഇതുപോലെ റൗണ്ടുകൾ വരച്ചെടുക്കാം. ഞാനിവിടെ റൗണ്ടുകൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തത്തിൽ 20 റൗണ്ടുകളാണുള്ളത്. ഇനി നമുക്ക് ഇതിനെല്ലാം വെട്ടിയെടുക്കാം. ഞാനിവിടെ എല്ലാ റൗണ്ടുകളും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിനെ ഒരു ത്രികോണാകൃതിയിലേക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ത്രികോണാകൃതിയിലേക്ക് മടക്കിയെടുക്കുമ്പോൾ എല്ലാ വശങ്ങളും ഏകദേശം ഒരേ സൈസിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ്. എന്നാൽ പിന്നെ ഇതും കൂടി ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനിവിടെ മൊത്തത്തിൽ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പശ വെച്ചിട്ട് ഇതിൻ്റെ വക്കുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കണ്ടേ. വശങ്ങളൊന്നും മാറിപ്പോലെ. ഞാൻ മൊത്തത്തിൽ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം 10 റൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ രണ്ടറ്റം കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കൂടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കേ. അത് നീളത്തിലായിരുന്നെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗം ഇതിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കൂടെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അവസാന ഭാഗം ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കയറ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. തൂക്കിയിടാൻ പാകത്തിനാണ് കേട്ടോ ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്നത്. ഇനി നമുക്ക് ആ അറ്റതും കൂടി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് മറ്റേത് ഒട്ടിച്ചതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പേപ്പർ ബോൾ റെഡി ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗായ്സ്? ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.